ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഇന്നൊരു കോഴിക്കോട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്നുള്ളത് നിങ്ങളിങ്ങനെ കണ്ടോളി. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ സാധനം കോഴിമുട്ടാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഴിമുട്ടാണ്. അങ്ങനെ അത് കോഴിമുട്ട മഞ്ഞയും വെള്ളയും ഒക്കെ വേറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേറാക്കുക. ഏറ്റവും ടാസ്ക് പണി അതാണ്. അപ്പോൾ അങ്ങനെ കഴിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ടൊക്കെ എടുത്ത് അങ്ങനെ രണ്ടും വേറാക്കി വെച്ച്. എന്നിട്ട് നമുക്ക് അരിപ്പെടുത്തിട്ട് നമുക്കത് അരിക്കുക. അരിച്ചാൽ അതിൻ്റെ പാട പോക്കാണ്ടാവും. അപ്പോൾ നമുക്ക് ആ പാട ഒഴിവാക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് പഞ്ചസാര ലായനി ആക്കിയെടുക്കാം. അങ്ങനെ പഞ്ചസാര ലായനി ഇങ്ങനെ ആവണ നേരം കൊണ്ട് നമുക്കൊരു കുപ്പി എടുത്തിട്ട് കോഴിമുട്ടൻ്റെ മഞ്ഞ അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അത് ചൂടായ ലായനിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. സിമ്മും അല്ല ഫുള്ളും അല്ലാത്തൊരു വേവിലിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അങ്ങനെ അങ്ങനെ ആയി വരുന്നിരിക്കുന്നുണ്ട് മുട്ടമാല. അങ്ങനെ മുട്ടമാല സക്സസ് ആയിക്കണേ. ഇനി നമുക്ക് മുട്ട സുറുക്ക ഉണ്ടാക്കാം. അതിൽ ഒരു ജാറിലേക്ക് മുട്ടൻ്റെ വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ലായനി, ഏലക്കായി, പാൽപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല അടിച്ചെടുക്കാം. എന്നിട്ട് ദാവിൽ വേവിച്ചെടുക്കാം. എടുക്കണം, എനിക്ക് മറന്നുപോയി. അപ്പോൾ ഇതാ മുട്ട സുറുക്കി ഇവിടെ റെഡി ആയിരിക്കുന്നു ഗായ്സ്. എങ്ങനെയുണ്ട് കാണാൻ? കമൻറ്റ് ചെയ്യണേ.